ഇടുക്കിയെക്കുറിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, മലയോര മേഖല വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറുകയാണ്. കൃത്യമായ ഒരു രാഷ്ട്രീയ പരിചയം അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്പന്നതയുള്ള ഒരു മണ്ഡലമാണ്. ഇടതു വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിച്ച ഒരു മണ്ഡലം. ഇക്കുറി വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം NDA കൂടി ആ മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ മണ്ഡലത്തെക്കുറിച്ച് ഇതുവരെ ഉണ്ടായ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ആ ഒരു കൃത്യമായ ഒരു റിപ്പോർട്ട് കണ്ടതിന് ശേഷം മടങ്ങി വരാം. 1977 ഇടുക്കി പാർലമെന്റ് മണ്ഡലം രൂപീകൃതമായത്. ഇടുക്കി ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ കോതമംഗലവും മൂവാറ്റുപുഴയും ഉൾപ്പെടുന്ന വിശാലമായ തിരഞ്ഞെടുപ്പ് ഗോത. ഇടുക്കി ലോക്സഭാ മണ്ഡലം രൂപീകൃതമായതിന് പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിൽ മണ്ഡലം നിലകൊണ്ടത് UDF-നൊപ്പം. കോൺഗ്രസിന്റെ CM സ്റ്റീഫൻ ഇടുക്കിയുടെ ആദ്യ MP ആയി. രണ്ടാം അംഗത്തിൽ മണ്ഡലം ഇടതുമുന്നണിക്കൊപ്പം നിന്നു. പാർട്ടി ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ CPM പ്രതിനിധി MM ലോറൻസ് വിജയിച്ചു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ CPM-ന്റെ ചിഹ്നത്തിൽ വിജയിക്കുന്ന ആദ്യത്തേതും അവസാനത്തേതുമായ സ്ഥാനാർത്ഥി. തുടർ തിരഞ്ഞെടുപ്പുകളിൽ UDF-നും കോൺഗ്രസിനുമൊപ്പം അടിയുറച്ചു നിന്ന മണ്ഡലം 1999-ലും 2004-ലും LDF-നൊപ്പമായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് LDF-നായി ജയിച്ചു കയറി. തുടർന്ന് കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലം PT തോമസിനെ MP ആക്കി. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയത്തിൽ ഇടുക്കി ആടിയപ്പോൾ റിപ്പോർട്ടുകൾക്കൊപ്പം നിലകൊണ്ട PT-യെ ഇടുക്കി കൈവിട്ടു. പകരക്കാരനായി ഡീൻ കുര്യാക്കോസ് എത്തി. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെയും LDF-ന്റെയും പിന്തുണയിൽ മത്സരിച്ച ജോയ്സ് ജോർജ് വിജയിച്ച് പാർലമെന്റിലേക്ക് എത്തി. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 LDF-ഉം 2 UDF-ഉമാണ്. ഈ മേൽക്കൈ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഓരോ തെരഞ്ഞെടുപ്പിൻ്റെതായ പ്രത്യേകമായ സാഹചര്യങ്ങളാണ്. 2014-ലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. 19-ലെ തെരഞ്ഞെടുപ്പ് മറ്റൊരു സാഹചര്യത്തിലായിരുന്നു. ഇപ്പോൾ 24-ലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഷ്ട്രീയ സാഹചര്യവും സാമൂഹിക സാഹചര്യങ്ങളുമൊക്കെ വ്യത്യസ്തമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എനിക്കുള്ള ആത്മവിശ്വാസം 14 മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പേ മുതൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത എല്ലാ വിഷയങ്ങളും അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഇപ്പോൾ കൂടുതൽ സങ്കീർണമാകുകയാണ്. ഇപ്പോൾ കോടതിക്കകത്തും പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ നിരന്തരമായി നമ്മൾ നടത്തുന്ന ഒരു പോരാട്ടത്തിൻ്റെ തുടർച്ചയിൽ ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇടുക്കിയുടെ മനസ്സ് അതെന്നോടൊപ്പമാണ്. ഈ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും നമ്മളോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും എനിക്കില്ല. 2019-ൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെ രണ്ടാം അംഗത്തിനായി ജോയ്സ് എത്തിയെങ്കിലും ഇടുക്കി മറ്റൊരു ചരിത്രം കുറിച്ചു. ആദ്യ അംഗത്തിൽ ജോയ്സിനോടൊറ്റ പരാജയത്തിന് മറുപടി എന്നോണം 1,71,053 വോട്ടിന്റെ ത്രസിപ്പിക്കുന്ന ജയം ഡീൻ കുര്യാക്കോസ് നേടി. അത് ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെ UDF ക്യാമ്പ്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ ജനകീയ പ്രശ്നങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെൻറ് പ്രതികൂട്ടിലാണ്. യാതൊരു കാര്യത്തിലും പ്രതിവിധി ഉണ്ടാക്കിയിട്ടില്ല. 12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ച് ജനങ്ങളെ വഞ്ചിച്ച ഒരു ഗവൺമെൻറ്റാണ്. അതുപോലെ ബഫർ സോൺ വിഷയത്തിൽ ഉൾപ്പെടെ ഇപ്പോഴും പൂർണ്ണമായി പരിഹാരം ഉണ്ടാക്കാത്ത ഗവൺമെൻറ്റാണ്. വന്യമൃഗങ്ങളുടെ കടുത്ത ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ തരത്തിൽ ചിന്നക്കനാലിലും ചെങ്കുളത്തും റിസർവ് ഫോറസ്റ്റുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സർക്കാരാണിത്. പട്ടയ പ്രശ്നത്തിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ നിന്നും വിലക്ക് കൽപ്പിക്കുമ്പോൾ അതിനെ തരണം ചെയ്യാൻ ഒരു സത്യവാങ്മൂലം പോലും നൽകാത്ത ഒരു ഗവൺമെൻറ്റാണ്. 2019-ൽ കരിനിയമം എന്നുള്ള നിലയിൽ കെട്ടിട നിർമ്മാണ നിരോധന നിയമം അടിച്ചേൽപ്പിച്ചപ്പോൾ ആ നിയമത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ ഇടപെടൽ നടത്താത്ത ഒരു ഗവൺമെൻറ്റാണ്. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്താനൊക്കെയുള്ള ഒരു അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യ മതേതര സമൂഹം മാറ്റിയെടുക്കും, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ കാണും എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയാണ്. കൂടുതൽ തിളക്കമാർന്ന വിജയം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനം. അതേസമയം അട്ടിമറിയിലൂടെ മണ്ഡലം പിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. വനിതാ പ്രാതിനിധ്യം ചൂണ്ടിക്കാട്ടിയാണ് BDJS-ന്റെ പരീക്ഷണം. സംഗീത വിശ്വനാഥാണ് NDAയുടെ സ്ഥാനാർത്ഥി. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷം മത്സരിച്ചതിന്റെ ആത്മവിശ്വാസം സംഗീത വിശ്വനാഥിനുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ചർച്ചയാക്കി വോട്ട് നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ വളരെയേറെ അധികം സ്വീകാര്യതയാണ്
എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ദേശീയ ജനാധിപത്യ മുന്നണിയുടെ ഒരു ലീഡർ ശ്രീ നരേന്ദ്രമോദിജി, ദീർഘവീക്ഷണമുള്ള ഒരു ലീഡർ, ആ ലീഡറിൻ്റെ വികസന കാഴ്ചപ്പാട് ഇവിടെ ഇടുക്കിയിലേക്ക് എത്തിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് ജനങ്ങൾ എന്നോട് മുന്നിൽ വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പ്രചരണ പ്രവർത്തനം. തീർപ്പാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ല, പരിഹരിക്കേണ്ടത് മനുഷ്യർ തന്നെയാണ്. അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും. കാരണം ഇന്ന് അനുഭവിക്കുന്ന വന്യജീവി പ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നങ്ങൾ, അതുപോലെ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നങ്ങൾ, ഒരു ട്രെയിൻ ഇവിടെ വരട്ടെ എന്ന് പറയുന്ന അമ്മമാരുണ്ട്. ഇവിടെ ഇത്രയധികം ടെക്നോളജി ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ വലിയ പാലങ്ങൾ ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു ട്രെയിൻ വരുത്താനായിട്ട് വലിയ വിഷമമൊന്നുമില്ല. ഒരു കൃത്യമായ ദീർഘവീക്ഷണത്തോടുള്ള ഒരു പ്ലാൻ ഉണ്ടായാൽ മതി, ഒരു പദ്ധതി ഉണ്ടായാൽ മതി. അപ്പം അതെല്ലാം തീർച്ചയായിട്ടും പരിഹരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കർഷകരും തോട്ടം തൊഴിലാളികളും തമിഴ് ഭാഷാ ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ കണക്കുകൂട്ടലുകൾ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളുള്ളത്. ജില്ലയിലെ ഭൂപ്രശ്നവും മനുഷ്യ വന്യജീവി സംഘർഷവും നിർമ്മാണ നിയന്ത്രണവുമെല്ലാം അതിസങ്കീർണമായി തുടരുമ്പോൾ മണ്ഡലം ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു.